അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ ആശ്വാസം നൽകി തരുവാൻ, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ, മൃഗതുല്യനായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു മാർഗം ഈ ഉലകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. യേശു എന്ന ഏക സത്യമാണ്. അത്ഭുതാവഹമായ ജനനം, ജീവിത മരണം, ഉത്ഥാനം എന്നിവയിലൂടെ ക്രിസ്തു തന്റെ ഈശ്വരത്വം വെളിപ്പെടുത്തി. പറഞ്ഞ യാതൊരു വാക്കും പിൻവലിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലാത്ത, ചെയ്ത യാതൊരു പ്രവൃത്തിയും തെറ്റിപ്പോയെന്ന് പശ്ചാത്തപിക്കേണ്ടി വന്നില്ലാത്ത, യാതൊരു കുറ്റവും ഇന്നേ വരെ ആർക്കും വിരൽ ചൂണ്ടി കാണിക്കാൻ ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു നേതാവ് ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. വിശ്വം മുഴുവൻ വെളിച്ചം വിളമ്പിക്കൊടുക്കുവാൻ വിശ്വത്തിൽ അവതരിച്ച വിശ്വോത്തര പുരുഷനാണ് നസ്രയനായ യേശു ക്രിസ്തു. മതത്തിന്റെ കനത്ത കൽത്തുറുങ്ങുകൾക്കുള്ളിൽ വെളിച്ചം കാണാതെ കിടക്കുന്ന മനുഷ്യ സമൂഹത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ ആത്മീയ ഗുരുവാണ് നസ്രയനായ യേശു ക്രിസ്തു. പാപത്തിന്റെ കൂരിരുട്ട് നിറഞ്ഞ ലോകത്തെ നോക്കി യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആയുധങ്ങളുടെ ആരവാരമില്ലാതെ, നിണത്തിന്റെ മണമേൽക്കാതെ സമാധാനം ലോകത്തിൽ സ്ഥാപിക്കാൻ അവതരിച്ച ഒരേ ഒരു നേതാവ് ഉലകത്തിലുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ ആശ്വാസം നൽകി തരുവാൻ, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ, മൃഗതുല്യനായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു മാർഗം ഈ ഉലകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. യേശു എന്ന ഏക സത്യമാണ് അതിനുള്ള ഏക മാർഗം. അതിന് നേർച്ച കാഴ്ച വഴിപാടുകൾ നടത്തുകയോ മന്ത്രവാദമോ കൂടോത്രമോ ഒന്നും അതിന് പരിഹാരമല്ല. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന യാതൊരു നേർച്ച കാഴ്ച വഴിപാടുകൾക്കോ സാധിക്കുകയില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമത്രേ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. യേശു എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുണ്ട്.